അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ആ പിന്നെ എനിക്ക് കുറച്ചും കൂടി കാര്യങ്ങൾ പറയാണ്ട് ജഡ്ജിയോട്. അതാ കുഞ്ഞിക്കതിയ പറയുന്നു. എന്നാൽ പെട്ടെന്ന് ജഡ്ജി പറഞ്ഞു, അവിടെ നിൽക്കട്ടെ, നിങ്ങൾക്ക് പറയുന്നതിന് മുമ്പ് എനിക്കൊരു കാര്യം അങ്ങോട്ട് ചോദിക്കാനുണ്ട്. എന്താണ് ജഡ്ജി സാറേ? അതായത് നിങ്ങൾ 3 പേരെ അല്ലേ നവാസ് ഉപദ്രവിച്ചു എന്നൊക്കെ പറയുന്നത്, അതിൽ 2 പേർ മാത്രമേ ഹാജരായിട്ടുള്ളല്ലോ. നിങ്ങളും അവളും, വേറൊരാൾ കൂടി ഉണ്ടാവുമല്ലോ. നിങ്ങളുടെ 2 സാക്ഷികളുണ്ടല്ലോ, അവരെവിടെ? അതിൽ ഒരുത്തി എവിടെ? എന്നാൽ പെട്ടെന്ന് കുഞ്ഞിക്കതിയ ചുറ്റും നോക്കി. അത് സാറേ, ഓള് എവിടെ? സൗദ, ഈ എവിടെയടി? അതെ, കോടതിയിൽ നിന്ന് വീട്ടിൽ വിളിക്കുന്ന പോലെയാണ് വിളിക്കുന്നത്. എന്നാൽ പെട്ടെന്ന് അതാ ജഡ്ജി പറഞ്ഞു, ഇതൊരു കോടതിയാണ്, അല്ലാതെ വീടല്ല എന്നുള്ള ഓർമ്മ വേണം. അത് ഓർക്കുന്നത് നല്ലതാണ്. എന്നാൽ ഒരു നിമിഷം കോടതിയിലെ ആളുകളെല്ലാം ഒന്ന് ചിരിച്ചു, സൈലന്റ്. പെട്ടെന്ന് തന്നെ ജഡ്ജി അത് പറഞ്ഞപ്പോൾ എല്ലാവരും സൈലന്റ് ആവുകയും ചെയ്തു. അതുകൊണ്ട് കുഞ്ഞിക്കതിയ, നിങ്ങൾ ഹാജരാക്കുമെന്ന് പറഞ്ഞ അതിൽ ഒരുത്തി എവിടെ? നിങ്ങളുടെ മൂത്ത മകൾ സൗദ, അവൾ ഇതുവരെ ഹാജരായില്ല. ഇവളിപ്പോൾ ഈ മൊഴിയെല്ലാം പറഞ്ഞു. ഇനി അവളുടെ മൊഴി കൂടി കേട്ടെങ്കിൽ മാത്രമേ നിങ്ങളുടെ കാര്യത്തിലൊരു തീരുമാനമാവുകയുള്ളൂ. അതുവരേക്കും ഒരാളുടെ മൊഴികൾ മാത്രം കേട്ടു എന്ന് വിചാരിച്ചിട്ട് സംഭവം ഒന്നും എനിക്ക് പറയാൻ കഴിയില്ല. ഇനി നിങ്ങളുടെ എതിർകക്ഷി നവാസിന് എന്താണ് പറയാനുള്ളതെന്ന് കേൾക്കാം. കുഞ്ഞിക്കതിയുടെ മൊഴി അതാ പറയുവാൻ ജഡ്ജി അനുവാദം നൽകിയില്ല. എന്നാൽ നവാസ് ഒരു നിമിഷം ജഡ്ജിയെ നോക്കുന്നു. എന്നാൽ നമ്മുടെ നവാസിൻ്റെ വക്കീൽ, റിസ്വാന വക്കീൽ പറയുന്നു, പറയൂ നവാസ്. അതെ, നിങ്ങൾക്ക് പറയാനുള്ളത് പറയാം. അവർക്ക് പറയാനുള്ള ഭാഗം അവർ പറഞ്ഞു കഴിഞ്ഞു. ഇനി നിങ്ങൾക്ക് പറയാനുള്ളത് നിങ്ങൾ പറയുക. എന്നാൽ നവാസ് ഒരു നിമിഷം എന്ത് പറയണമെന്നറിയാതെ ഞെട്ടിയിരിക്കുകയാണ്. പെട്ടെന്ന് റിസ്വാന വക്കീൽ, എൻ്റെ കക്ഷി നവാസ്, കാര്യങ്ങളെല്ലാം തുറന്നു പറയൂ, ശരിക്കും എന്താണ് സംഭവിച്ചത് എന്നുള്ളത്. എന്നാൽ അതാ നവാസ് മറുപടി പറയാനായി തൊണ്ട നനച്ച് വായ തുറഞ്ഞപ്പോഴേക്കും കുഞ്ഞിക്കതിയെ വീണ്ടും, ജഡ്ജി സാറേ, എനിക്ക് ഒരു കാര്യം കൂടി പറയാണ്ട്. കുഞ്ഞിക്കതിയുടെ ശബ്ദമിടറി. അതേ, എന്താന്ന് വെച്ചാലേ, ഇവൻ പീഡിപ്പിച്ചതെന്നുള്ളത് മാത്രമല്ല കേട്ടോ, എൻ്റെ ഈ കാര്യം കൂടി നിങ്ങൾ കേൾക്കി. എൻ്റെ മോളെ നോക്കിയിട്ടില്ലായിരുന്നോ? കല്യാണം കഴിച്ചെന്ന് വിചാരിച്ച് ഒരാളെ ചെലവും കാര്യങ്ങളും അതൊന്നും ഓൻ നിർവഹിച്ചിട്ടില്ല സാറേ. അതൊക്കെ ഓൻ പിന്നെ നിർവഹിച്ചതേ ഞാൻ എങ്ങനെയൊക്കെയോ കഷ്ടപ്പെട്ട് പണിയെടുത്തുണ്ടാക്കിയ പൈസ കൊണ്ടാണ്. എൻ്റെ മോൾക്ക് 5 പൈസ ചെലവിന് കൊടുത്തിട്ടില്ല. അതുമാത്രമല്ല, എൻ്റെ മോൾ ഒരുപാട് കഷ്ടപ്പെടുത്തിക്കണം. എൻ്റെ മോള് സൗദ ഇവിടെ വിധി പറയാൻ ഓളില്ലെങ്കിലും ഓളെവിടെ പേടിച്ച് പോയിട്ടുണ്ടാവും. പാവഞ്ഞ് ഉമിഞ്ഞു ഉപദ്രവിക്കുക വിചാരിച്ചു കണ്ട് ഓളെ നല്ലോണം കഷ്ടപ്പെടുത്തിക്കണമെന്ന് മാത്രമല്ല, പൈസ ഒന്നും കൊടുത്തിട്ടില്ലായിരുന്നു. ഞങ്ങൾക്കൊന്നും ഒരു ചെലവിന് നിന്നിട്ടില്ല. എനിക്ക് എൻ്റേതായിട്ടുള്ള നഷ്ടപരിഹാരം നല്ലോണം വേണം എൻ്റെ മോളെ പോറ്റീനുള്ളത്. പിന്നെ അത് മാത്രമല്ല, അങ്ങനെ പലതും എനിക്ക് പറയാണ്ട്. നിങ്ങൾ എൻ്റെ ഭാഗം മാത്രം കുറ്റം കണ്ടുപിടിക്കല്ലേ. കുഞ്ഞിക്കതിയുടെ ശബ്ദത്തിലെ വിറയലും കണ്ണീരും കോടതിയും മുറിയുള്ളവരെ എല്ലാവരും ഒരു നിമിഷം നിശബ്ദരാക്കി. തയ്യൽ പണിയും കൂലിപ്പണിയും ചെയ്ത് ഉണ്ടാക്കിയ പൈസ കൊണ്ടാണ് മകളുടെ കുടുംബം താൻ പുലർത്തിയത് എന്ന സത്യം അവർ ജഡ്ജിക്ക് മുന്നിൽ വിളിച്ചു പറഞ്ഞു. അതെ സാറേ, തിരിഞ്ഞു നോക്കിയിട്ടില്ലേനും, ഞാനാണ് നോക്കിയത്, പ്രസവവും കാര്യങ്ങളും ഒക്കെ. ജഡ്ജി കുഞ്ഞിക്കതിയുടെ സങ്കടവും ദേഷ്യവും നിറഞ്ഞ വാക്കുകൾ വളരെ ശ്രദ്ധയോടെ കേട്ടു. പിന്നീട് അദ്ദേഹം പേന താഴെ വെച്ച് നവാസിനെ നോക്കി. നവാസ്, ജഡ്ജിയുടെ ശബ്ദം കൂടുതൽ ഗൗരവമുള്ളതായി. ഇവർ ഈ പറയുന്നത് സത്യമാണോ? വിവാഹം കഴിച്ചതിന് ശേഷം നിങ്ങൾ അവരെ ശ്രദ്ധിച്ചില്ല, അതുവരെ നിങ്ങൾ അവർക്ക് വേണ്ടി ഒന്നും ചെയ്തു കൊടുത്തില്ല, ഭാര്യയെ നോക്കിയില്ല, എന്തൊക്കെയാണല്ലോ പറയുന്നത്. എന്താണ് ഇതിൻ്റെ യഥാർത്ഥ സത്യം? നവാസ് എന്തോ ന്യായീകരണം പറയാൻ വായ തുറക്കവേ കുഞ്ഞിക്കതിയെ വീണ്ടും വൈകാരികമായി പ്രതികരിച്ചു. അതെ സാറേ, പ്രസവത്തിൽ പോലും ഓൻ നോക്കിയിട്ടില്ല, ഒന്നും നോക്കിയിട്ടില്ല, തിരിഞ്ഞു നോക്കിയിട്ടില്ല. എല്ലാം ഞാൻ തന്നെ കാട്ടിക്കൂട്ടിയത്. കുറച്ചൊന്നും പൈസ അല്ല എൻ്റെക്ക് നിന്ന് ചിലവായത്. സ്വന്തം പെണ്ണിനോടും കുട്ടിനോടും ഇങ്ങനെയൊക്കെ ചെയ്യാൻ പാടുണ്ടോ സാറേ? സാറ് തന്നെ ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. കോടതി മുറിയിൽ ഒരു നിമിഷം ശമനമില്ലാത്ത നിശബ്ദത അടങ്ങി നിന്നു. ജഡ്ജ് നവാസിൻ്റെ വക്കീൽ അഡ്വക്കേറ്റ് ഫാത്തിമ റിസ്വാനയെ നോക്കി. കൗൺസൽ, നിങ്ങളുടെ കക്ഷിയുടെ ഭാഗത്ത് സാമ്പത്തികമായോ വ്യക്തിപരമായോ ഉള്ള ഉത്തരവാദിത്തങ്ങൾ നിർവഹിച്ചതിന് വല്ല തെളിവുമുണ്ടോ? ഗർഭകാലത്തും പ്രസവ സമയത്തും ഉണ്ടായ ചെലവുകൾ ആരാണ് വഹിച്ചത്? വക്കീൽ നവാസിൻ്റെ മുഖത്തേക്ക് നോക്കി. നവാസിൻ്റെ തല താഴ്ന്നിരുന്നു. കാരണം അവൻ്റെ മനസ്സിൻ്റെ ആ ഒരു സങ്കടം കൊണ്ട് ജഡ്ജിക്ക് കൃത്യമായൊരു മറുപടി നൽകാൻ കഴിയാതെ നവാസിൻ്റെ കണ്ണുകൾ നിറഞ്ഞു.
എന്നാൽ കുഞ്ഞിക്കതിയെ സന്തോഷിച്ചു. കണ്ടില്ലേ, മിണ്ടാട്ടല്ല, അവിടെ നിൽക്കട്ടെ, അവൻ്റെ നാവ് പൊന്തരുത്, അതാ വേണ്ടത്. കോടതി മുറിയിൽ പെട്ടെന്നൊരു ശ്മശാന മൂകത തളം കെട്ടി നിന്നു. ജഡ്ജിയുടെ വാക്കുകളിൽ വായുവിൽ അലിഞ്ഞു ചേരുമ്പോഴും കുഞ്ഞിക്കതിയുടെയും ഹസീനയുടെയും കണ്ണുകളിൽ ചെറിയൊരു ഭയത്തിൻ്റെ ഒരു അംശം മിന്നിമറയുന്നുണ്ടായിരുന്നു. തങ്ങൾ മെനഞ്ഞെടുത്ത ആസൂത്രിതമായ എല്ലാ നുണക്കഥകളും തകർന്നടിയാൻ നവാസ് എന്തെങ്കിലും പറയുമോ എന്നുള്ളത് അവരെ ഭയപ്പെടുത്തി. എന്നാൽ അതാ റിസ്വാന അതിന് ഉത്തരം പറയുവാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ്. അരമണിക്കൂർ. എന്നാൽ ജഡ്ജി വിളിച്ചു. റിസ്വാന, താങ്കൾക്ക് ഇതിൽ തെളിവുകൾ ഹാജരാക്കാൻ അരമണിക്കൂർ സമയം അനുവദിച്ചിരിക്കുന്നു. അതുവരെ കോടതി നിർത്തിവെക്കുന്നു, ജഡ്ജി ഗൗരവത്തിൽ പറഞ്ഞു. ജഡ്ജി തൻ്റെ ചേംബറിലേക്ക് എഴുന്നേറ്റ് പോയതോടെ കോടതി മുറിയിലെ നിശബ്ദത മാറി. പുകച്ചിലുകൾ തുടങ്ങി. കുഞ്ഞിക്കതിയ അതാ ബെഞ്ചിലേക്കിരിക്കുന്നു. അവരുടെ മുഖത്ത് ചോര പൊടിഞ്ഞു പോകുന്ന പോലെ. ഹസീനയുടെ കണ്ണുകൾ അഡ്വക്കറ്റ് ഫാത്തിമ റിസ്വാനയുടെ മുഖത്തേക്ക് ആഞ്ഞു പതിച്ചു. പെട്ടെന്ന് അവരുടെ ആൻ്റണി വക്കീലിൻ്റെ അടുത്തേക്ക് അവർ പോയി. വക്കീലേ, ഇത് എന്താണ്? എന്ത് തെളിവായി അവളെ ഹാജരാക്കുക? ഹസീനയുടെ വിറക്കുന്ന ശബ്ദത്തിൽ ചോദിച്ചു. അതെ, ആൻ്റണി വക്കീലിനോട്. എന്നാൽ സൗദയുടെ കാര്യം പുറത്തു വരില്ല എന്നല്ല നിങ്ങൾ പറഞ്ഞത്? അവൾ ആ കേസിൽ ഇല്ലെന്ന് ഉറപ്പുവരുത്തിയതല്ലേ? ഇനിയിപ്പോൾ റിസ്വാനയുടെ കയ്യിൽ എന്താ തെളിവ്? സൗദ ഉണ്ടെങ്കിൽ പൊട്ടത്തി എന്തെങ്കിലുമൊക്കെ വിളിച്ചു പറയായിരുന്നു. ഒരു പക്ഷേ സൗദ പോയത് നന്നായി. പോയത് അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ നമുക്ക് സംഭവിക്കുമായിരുന്നു. അഡ്വക്കറ്റ് ആൻ്റണി കോട്ടിൻ്റെ ബട്ടൺ അഴിച്ചു മാറ്റി നെറ്റിയിലെ വേർപ്പ് തുടച്ചു. എനിക്കറിയില്ല ഹസീന, നവാസിനെയും സാമ്പത്തികമായും സാമൂഹികമായും തകർത്താൻ നമ്മൾ മെനഞ്ഞെടുത്ത തിരക്കഥയിലെ സൗദ ഒരു അധ്യായം മാത്രമായിരുന്നു. പക്ഷേ റിസ്വാന ഇതൊരു സാധാരണ വക്കീലല്ല, പെൺപുലിയാണ്. വെറുതെ പറയുന്നതല്ല. ആ തെളിവ് എന്താണെന്നറിയാതെ നമുക്കിനി ഒന്നും ചെയ്യാൻ പറ്റില്ല. അപ്പുറത്ത് റിസ്വാന ശാന്തയായി തൻ്റെ ഫയലുകൾ അടുക്കി വെക്കുകയായിരുന്നു. നവാസ് അവളുടെ അടുത്ത് വന്ന് നിന്നു. അവൻ്റെ കണ്ണുകളിൽ ഭയവും പ്രതീക്ഷയും കലർന്നിരുന്നു. അപ്പോഴേക്കും ഷമ്മാസും എത്തി. എന്നാൽ അതാ നമ്മുടെ മുഹ്സിൻ തങ്ങളും അവിടെ കോടതിയിൽ ഹാജരായിരുന്നു. റിസ്വാൻ വക്കീലേ, നിങ്ങൾ എന്താ ഉദ്ദേശിച്ചത്? സൗദ അത് എങ്ങനെയാണ്? എല്ലാം ഞാൻ എൻ്റെ സൗദയെക്കുറിച്ച് എന്തെങ്കിലും... എന്നാൽ അതാ നവാസിൻ്റെ ചോദ്യങ്ങൾക്ക് നവാസ് ഒന്നുകൊണ്ട് ഭയപ്പെടേണ്ട, തെളിവുകളെല്ലാം ഇവിടെ സ്റ്റോക്കാണ്. നവാസ്, പിന്നെ നിങ്ങളുടെ ഭാര്യയുടെ ഉമ്മ കുഞ്ഞിക്കതിയെയും ഹസീനയും കരുതുന്നത് സൗദ എന്ന കേസ് അല്ലെങ്കിൽ അവളുടെ കാര്യങ്ങൾ ഇവിടെ നമ്മൾ പറയില്ല, അവളില്ലാത്തത് കൊണ്ട് എന്നുള്ള രീതിയിലാണ് അവർ നിന്നത്. അവൾ ഇവിടുന്ന് രക്ഷപ്പെട്ടിട്ടുണ്ട് എങ്ങോട്ടോ. പക്ഷേ അവരുടെ വിചാരം രക്ഷപ്പെട്ടാൽ പിന്നെ ഒന്നും കിട്ടില്ല എന്നാണ്. ശരിക്കും ഷമ്മാസ് ഒരു നിമിഷം, പിന്നെ എങ്ങനെ? അതൊക്കെയുണ്ട്, അതൊക്കെ ഞാൻ പറഞ്ഞോളാം. അരമണിക്കൂർ സമയം മണൽ തരികൾ പോലെ ചോർന്നു പോയി. കോടതി വീണ്ടും ഒത്തുകൂടി. ജഡ്ജി തൻ്റെ സീറ്റിൽ ഇരുന്നു. റിസ്വാന, സമയമായി. താങ്കൾ പറഞ്ഞ ആ കഠിനമായ തെളിവ് എവിടെ? ജഡ്ജി ചോദിച്ചു. റിസ്വാന എഴുന്നേറ്റു. അവളുടെ മുഖത്ത് ഒരു ദൃഢമായ പുഞ്ചിരി ഉണ്ടായിരുന്നു. യുവർ ഓണർ, സൗദ എന്ന പെൺകുട്ടി കാണാമറയത്തല്ല. അവൾ ഈ കോടതിയുടെയൊക്കെ ഏകദേശം തൊട്ടടുത്ത് തന്നെ ഉണ്ടാകും. എന്നാൽ സൗദയുടെ ആവശ്യമില്ലെങ്കിലും ഞാൻ തെളിവുകൾ ഹാജരാക്കാൻ തയ്യാറാണ്. കോടതി മുറിയാകെ ഞെട്ടിപ്പോയി. അതെങ്ങനെ? അതെ, എന്നാൽ അതിനേക്കാൾ വലിയൊരു തെളിവ് എൻ്റെ കയ്യിലുണ്ട്. റിസ്വാന തൻ്റെ പെന്നിൻ്റെ വലുപ്പമുള്ള ഒരു ചെറിയ പെൻഡ്രൈവ് എടുത്തുയർത്തി. യുവർ ഓണർ, ഹസീനയും കുഞ്ഞിക്കതിയും ചേർന്ന് നവാസിനെതിരായി വ്യാജ പരാതി ഉണ്ടാക്കാൻ ഗൂഢാലോചന നടത്തുമ്പോൾ അവർ മറന്നുപോയ ചില കാര്യമുണ്ട്. അവർ സൗദിയെ താമസിപ്പിച്ചിരുന്ന തറവാട് വീടിൻ്റെ തൊട്ടടുത്തുള്ള CCTV ദൃശ്യങ്ങളും അവർ രണ്ടുപേരും ചേർന്ന് നവാസിനെ കൊടുക്കാൻ പദ്ധതിയിടുന്ന വോയിസ് റെക്കോർഡിങ്ങുമാണിത്. അതുമാത്രമല്ല, ഇനിയുമുണ്ട്. ഇനി സൗദിയുടെ വോയിസ് കേൾക്കാം. അങ്ങനെ അതാ അന്ന് നജീബ് സാറ് സൗദിയോട് ചോദിച്ച കാര്യങ്ങളുടെ വോയിസ് അവിടെ കോടതിയാകെ ഓൺ ചെയ്യുകയാണ്. അതായത് അത് നജീബ് സാറും ഭാര്യ ഷഹർബാനും ചോദിച്ച കാര്യങ്ങൾ. സൗദ, നിനക്ക് നിൻ്റെ ഭർത്താവിൻ്റെ അടുത്ത് നിന്ന് എന്തെങ്കിലും... ഇല്ല, അദ്ദേഹം പാവമായിരുന്നു. കാരണം എന്നെ കല്യാണം കഴിഞ്ഞ ഉടനെ തന്നെ ഞങ്ങൾ ഗൾഫിലേക്ക് പോയി. പിന്നെ അവിടെ എത്തിയതിന് ശേഷം എന്നോട് നല്ല സ്നേഹമായിരുന്നു. എന്നെ ഒരു ജോലിയും ചെയ്യിപ്പിച്ചിരുന്നില്ല. എല്ലാ കാര്യങ്ങളും എന്താ ചെയ്യുക, അത്രക്കും നല്ല ഒരു ഭർത്താവാണ് എൻ്റെ നവാസ്ക. അദ്ദേഹത്തെക്കുറിച്ച് എനിക്ക് പരാതി ഒന്നും പറയാനില്ല. പിന്നെ അതുമാത്രമല്ല, ഞങ്ങൾക്ക് നവാസ്ക എത്ര ഉപകാരം ചെയ്തതാണ്. ഞങ്ങൾക്ക് വേണ്ടി എത്രയോ കോടിക്കണക്കിന് രൂപയുടെ
വീടുണ്ടാക്കി തന്നു, ലക്ഷക്കണക്കിന് രൂപയുടെ സ്ഥലം വാങ്ങി വീടുണ്ടാക്കി തന്നു, വലിയ കാറും സൗകര്യങ്ങളും. അത്രക്കും വലിയൊരു വീട്ടിൽ ഞങ്ങളൊക്കെ എങ്ങനെ താമസിക്കാനാ? അതെ, നവാസ്ക ഞങ്ങൾക്ക് ഹെൽപ്പ് മാത്രമേ ചെയ്തിട്ടുള്ളൂ. പിന്നെ അത് മാത്രമല്ല, എന്നാൽ പെട്ടെന്ന് അതെല്ലാം കേട്ട് അതാ ഹസീനയും ഉമ്മയും കൈകാലുകൾ കുഴയുന്ന പോലെ തോന്നിച്ചേ, ഈ പെണ്ണ് ഇതൊക്കെ ഇവിടെ വിളമ്പി വെച്ചിക്കണോ? അതെ, കോടതിയുടെ 4 ഭാഗത്തുള്ള സ്പീക്കറുകളിൽ അവളുടെ മൊഴികൾ പുറത്തു വരുന്നു. ഒരു നിമിഷം എല്ലാവരും ഞെട്ടി. പെട്ടെന്ന് ജഡ്ജി ചോദിച്ചു, അല്ല, അപ്പം നിങ്ങളല്ലേ പറഞ്ഞത് നവാസ് ഒന്നും ചെയ്തിട്ടില്ല എന്നൊന്നും? അപ്പോൾ നിങ്ങളുടെ പേരിലുള്ള ആ വീട്? സാറേ, അതെ, കുഞ്ഞിക്കതിക്ക് ഉത്തരവുണ്ടായില്ല. അപ്പോൾ ആ വീട് എടുത്തു തന്നത് നവാസ്. അത്രക്കും വലിയ വീട് എടുത്തു തന്നത് ഇവിടെ പ്ലാനും കാര്യങ്ങളും എന്തെയുണ്ടോ? പെട്ടെന്ന് അതാ റിസ്വാന വക്കീൽ അതും കാണിച്ചു. സർ, ഇതാണ്, ഇത്രക്കും വലിയ വീടാണ് അവർക്ക് എടുത്തിട്ടുള്ളത്. 4500 സ്ക്വയർ ഫീറ്റുള്ള ഈ ഒരു വീട്, താഴെയും മുകളിലുമായിട്ട് റൂമുകൾ. പിന്നെ അത് മാത്രമല്ല, വാഹനം, മുറ്റത്ത് ഇൻ്റർലോക്ക്, ചുറ്റുമതിൽ, പിന്നെ പോരാത്തിന് 2 ഷോപ്പുകൾ. ഇതൊക്കെ നവാസിൻ്റെ പൈസ കൊണ്ട് ഉണ്ടാക്കിയതാണ്. അതായത് നവാസ് ഉണ്ടാക്കി കൊടുത്താണ്. എന്നിട്ടും ഇവർ എന്തിൻ്റെ പേരിലാണ് ഇത് ഇവനെ കേസിൽ കൊടുക്കാൻ നിന്നതെന്ന് നിങ്ങൾക്ക് മനസ്സിലായോ? അതായത് നവാസ് ജയിലിൽ കിടക്കുകയാണെങ്കിൽ കാലാകാലം അവർക്ക് സുഖസുന്ദരമായി ജീവിക്കാം. അതിന് പെട്ടെന്ന് ജഡ്ജി ചോദിച്ചു, അതെങ്ങനെ? അവൻ ജയിലിൽ കിടന്നാൽ എങ്ങനെ നഷ്ടമല്ലേ അവർക്ക്? അതല്ല സർ, അതെ, ഒരു തെളിവ് കൂടെയുണ്ട്. അത് ഞാൻ നിങ്ങളുടെ മുമ്പിൽ ആവശ്യം വരുമ്പോൾ ഞാനത് കാണിക്കാം. ശരിക്കും കുഞ്ഞിക്കതിയും ഹസീനയും ഞെട്ടുന്നു. ഇല്ല, എന്നാൽ ഹസീനക്ക് അതിലേറെ ബേജാറ്. എൻ്റെ അതിപ്പോൾ കാണിക്കും. എന്നാൽ കുഞ്ഞിക്കതിയോട് അതാ ജഡ്ജി ചോദിക്കുന്നു, കുഞ്ഞിക്കതിയാ, അപ്പോൾ നിങ്ങൾ പറഞ്ഞ ഭാഗം വിശ്വസിക്കണോ അതോ ഈ പറഞ്ഞ ഭാഗം എനിക്ക് വിശ്വസിക്കണോ? ഈ കോടതിയിലുള്ളവരെല്ലാവരും എന്തായിരിക്കും വിശ്വസിക്കുക? സാറേ, അതൊക്കെ വ്യാജ, ഓളെക്കൊണ്ട് മയക്കുമരുന്ന് കൊടുത്തുകാണ്ട് പറയിപ്പിക്കണതേക്കാരം. സാറേ, അതൊക്കെ ഇല്ലാത്തതാണ്, അതൊക്കെ വെറും. അപ്പോൾ നിങ്ങൾക്ക് ഈ ശബ്ദരേഖ കിട്ടിയപ്പോഴും നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ല. ഓക്കെ റിസ്വാന, വേറെ എന്ത് തെളിവാണുള്ളത്? സാറേ, അതെ, ഇവരെ ശുശ്രൂഷിച്ചില്ല, ഇവരെ നോക്കിയില്ല, ക്യാഷ് കൊടുത്തില്ലെന്ന് പറഞ്ഞില്ലേ? നവാസിൻ്റെ അക്കൗണ്ടിൽ നിന്ന് വരുന്ന, അല്ലെങ്കിൽ നവാസിൻ്റെ ബിസിനസ്സിൻ്റെ ലാഭമായിട്ട് വരുന്ന മുഴുവൻ ക്യാഷും ക്രെഡിറ്റ് ആകുന്നത് ഹസീനയുടെ കൈകളിലുള്ള ഫോണിലേക്കാണ്. അത് ഇന്ന് വരെ, ഈ നിമിഷം ഇപ്പോഴും അതിലേക്ക് ക്രെഡിറ്റ് ആയിട്ടുണ്ട്. അതെ, 1 lakh, 2 lakh, 50 lakh, അങ്ങനെ ഒരുപാട് കോടീശ്വരനാണ് നവാസ്. കോടീശ്വരനായ നവാസിനെ ജയിലിൽ കയറ്റിക്കഴിഞ്ഞാൽ അതെ, ഇവർക്കും കോടീശ്വരന്മാരാകാം. എങ്ങനെ? അതെ, നവാസിൻ്റെ ഷോപ്പിലെ മുഴുവൻ സമ്പാദ്യവും ഇവളുടെ ഫോണിലേക്കാണ് വരുന്നത്. ഒരിക്കലും ഇത് അതെങ്ങനെ അവളുടെ ഫോണിലേക്ക്? അതെ സർ, ഒരിക്കലും ഇത് അവളുടെ ഫോണല്ല, ഇത് സൗദിയുടെ ഫോണാണ്. സൗദിയുടെ ഫോണാണിത്. എന്താ? സൗദിയുടെ ഫോണായതുകൊണ്ട് ഇതിലേക്ക് വരും. പക്ഷെ അവരത് അടിച്ചു മാറ്റി ആ പൊട്ടത്തിയായ സൗദ, അല്ലെങ്കിൽ ആ പാവം സൗദയെ അവർ വഞ്ചിച്ച് ജീവിക്കുകയായിരുന്നു ഇതുവരെ. എന്നാൽ ആ കോടതി മുഴുവൻ ഞെട്ടിത്തെരിച്ചു വക്കീലിൻ്റെ വാക്കുകൾ കേട്ട്. റിസ്വാന വക്കീലിൻ്റെ സത്യസന്ധമായ വാക്കുകൾ വായുവിൽ അതെ അല തല്ലിയപ്പോൾ കോടതി മുഴുവനും ഞെട്ടിത്തെരിച്ചു പോയി. അതെ, ഈ സ്ത്രീക്കൊക്കെ ഇത്രയധികം വരുമാനോ? അതും വലിയ സൂപ്പർ മാർക്കറ്റിൻ്റെ ഫുൾ പേയ്മെൻറ്റ് ഇവരുടെ ഫോണിലേക്കോ? വെറുതെ അല്ല ഇവരിത്ര സുഖവാസ ജീവിതം നയിച്ചത്. കോടതി വിധി അതാ നവാസിനെ അനുകൂലമായി തുടങ്ങുകയാണ്. എന്നാൽ കുഞ്ഞിക്കതി ഒട്ടും വിട്ടുകൊടുത്തില്ല. സാറേ, ഇതൊന്നും പറഞ്ഞാൽ വിശ്വസിക്കാൻ പാടില്ല. ഇതൊക്കെ പല തട്ടിപ്പുകളിലൂടെ നിങ്ങൾക്ക് ശബ്ദരേഖ ഉണ്ടാക്കുക, അതുപോലെ തന്നെ ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് എഴുതി കൊണ്ടാണ്ട് വായിക്കുക. അതൊന്നും ഇവിടെ പറ്റൂല. സൗദനെ കാണാൻ മതിയായിരുന്നു. സൗദി എവിടെങ്കിലും പോയി ചത്താലും വേണ്ടില്ലായിരുന്നു. സൗദനെ കിട്ടാൻ ഞാൻ മതിയായിരുന്നു. ഓളെ യഥാർത്ഥ മൊഴി എല്ലാം തന്നെ പറയണം. അതെന്താണ്? ഇതൊന്നും എന്താ നിങ്ങളുടെ മകൾ സൗദിയുടെ ശബ്ദമല്ല എന്നാണ് നിങ്ങൾ പറയുന്നത്. സാറേ, അതൊക്കെ ഇപ്പോൾ AI ഉള്ള കാലത്ത് എന്തൊക്കെ കാട്ടിക്കൂട്ടാ, അതൊന്നും എനിക്ക് വിശ്വാസമില്ല. അതൊന്നും. എന്നാൽ ജഡ്ജിക്ക് തന്നെ ദേഷ്യം വരികയാണ്. കാരണം കുഞ്ഞിക്കതിയുടെ അഹങ്കാരം. എന്നാൽ കുഞ്ഞിക്കതിയും ഹസീനയും പരമാവധി അവരുടെ കാര്യങ്ങൾ പറഞ്ഞിട്ടും തെളിവുകൾ നിരത്തിയിട്ടും
അതിനെയെല്ലാം വെല്ലുവിളിച്ചുകൊണ്ട് അതാ കോടതി മുറിയിൽ റിസ്വാൻ വക്കീലിന്റെ പെട്ടെന്നുള്ള ആ നീക്കം ഒരു ഇടിമിന്നൽ പോലെയാണ് പതിച്ചത്. അപ്പോൾ ആ ഫോൺ നിങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ടോ റിസ്വാന? ജഡ്ജി നെറ്റിച്ചുളിച്ചുകൊണ്ട് ആകാംക്ഷയോടെ ചോദിക്കുന്നു. ആ ചോദ്യം കാത്തു നിന്നതുപോലെ റിസ്വാന തന്റെ കറുത്ത കോട്ടിന്റെ ഉള്ളിൽ ഒളിപ്പിച്ചു വെച്ചിരുന്ന ആ അൾട്രാ മോഡൽ ഫോൺ നവാസ് തന്റെ പ്രിയപ്പെട്ട ഭാര്യ സൗദക്ക് സ്നേഹത്തോടെ വാങ്ങിച്ചു കൊടുത്ത ഐഫോൺ 70 പ്രോ മാക്സ് സ്മാർട്ട് ഫോൺ എല്ലാവരും കാണെ പതുക്കെ ഉയർത്തിക്കാട്ടി. ഓറഞ്ച് നിറത്തിൽ ഉള്ള ആ ഒരു കളർ ആ ഫോൺ കോടതിയിലെ ലൈറ്റുകളുടെ വെളിച്ചത്തിൽ തിളങ്ങി. യുവർ ഓണർ, ഇതാണ് ആ ഫോൺ. റിസ്വാനയുടെ ശബ്ദം കോടതി മുറിയുടെ നാനാഭാഗങ്ങളിലേക്കും അലയടിച്ചു. നവാസ് തൻ്റെ ചോര നീരാക്കി അധ്വാനിച്ചും ഭാര്യയ്ക്ക് വേണ്ടി വാങ്ങി നൽകിയ ഫോണാണിത്. കുഞ്ഞിക്കതിയെയും ഹസീനയും നവാസിനെതിരെ ഉന്നയിച്ച ഏറ്റവും വലിയ ആരോപണം എന്താണ്? നവാസ് കുടുംബത്തിന് ചെലവിന് നൽകിയില്ല, പണം അയച്ചു കൊടുത്തില്ല, മകളെ തിരിഞ്ഞു നോക്കിയില്ല എന്നതല്ലേ? എന്നാൽ യുവർ ഓണർ, ഈ ഫോണിൽ എല്ലാം തത്സമയം രേഖപ്പെടുത്തിയിട്ടുണ്ട്. റിസ്വാന സാവധാനം ജഡ്ജിയുടെ ബെഞ്ചിന് മുകളിലേക്ക് നടന്നു. ഇതിൽ ഓരോ മാസവും കിട്ടുന്ന ലാഭവും പോരാത്തതിന് ദിവസമുള്ള ബിസിനസിന്റെ ഫുൾ തുകയും ഇതിലേക്ക് വന്നു ചേരുന്നുണ്ട്. സൗദിയുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് അയച്ച ഡിജിറ്റൽ ട്രാൻസാക്ഷനുകളുടെ കൃത്യമായ വിവരങ്ങളുണ്ട്. എത്രയെത്ര തുകകൾ, ഏതേത് തീയതികൾ, എപ്പോഴൊക്കെ ക്രെഡിറ്റ് ആയിട്ടുണ്ട് ഇതിൽ വ്യക്തമാണ്. ഇതിൽ ബാങ്കിംഗ് ആപ്പുകളും നോട്ടിഫിക്കേഷനുകളും പരിശോധിച്ചാൽ മാത്രം മതി. അതിരിട്ട ആത്മവിശ്വാസത്തോടെ റിസ്വാൻ ആ ഫോൺ ജഡ്ജിയുടെ മുൻപിലെ മേശപ്പുറത്ത് വെച്ചുകൊടുത്തു. ആ കാഴ്ച കണ്ടതോടെ പ്രതിക്കൂട്ടിൽ നിന്ന കുഞ്ഞിക്കതിയുടെയും ഹസീനയുടെയും ബോധം കെട്ട അവസ്ഥയായി. രണ്ടുപേരുടെയും കാലുകൾ വിറച്ചു. നെറ്റിയിൽ നിന്ന് ഭയത്തിന്റെ തണുത്ത വീർപ്പുതുള്ളികൾ വറ്റാതെ ഒഴുകി. നമ്മുടെ കള്ളത്തരങ്ങളെല്ലാം പൊളിഞ്ഞല്ലോ. ഇത്രയും കാലം നമ്മൾ ഉണ്ടാക്കി വെച്ച സാമ്രാജ്യവും പോയി, പൈസയും പോയി. ഇനിയിപ്പോൾ എന്ത് ചെയ്യും? എൻ്റെ പഠിച്ചോനെ, ആ സൗദ ഉണ്ടല്ലോ, വല്ലാത്ത സാധനമാണ് ആ പെണ്ണ്. വല്ലാത്തൊരു പണിയായി പോയല്ലോ. കുഞ്ഞിക്കതിയുടെ മനസ്സ് ഭയം കൊണ്ട് പിടഞ്ഞു. തൻ്റെ തൊട്ടടുത്ത് വിറച്ചു നിൽക്കുന്ന ഹസീനയെ കുഞ്ഞിക്കതിയെ കലിപ്പോടെ തിരിഞ്ഞു നോക്കി. ദേഷ്യവും നിരാശയും സഹിക്കാൻ വയ്യാതെ അവർ പല്ലുറുമ്മിക്കൊണ്ട് പതുക്കെ ഹസീനയോട് ചീറി. എടി തെണ്ടി, എൻ്റെ പണിയല്ലേ? ഞാൻ നിന്നെ വിശ്വസിച്ച് ആ സൗദിയുടെ കയ്യിൽ നിന്ന് ഉള്ള ഫോണുമായി മുങ്ങാൻ പറഞ്ഞ നീയല്ലടി. നീ മുങ്ങിയില്ലേ? അതുമായിട്ട് അത് അലമാരയിൽ നല്ല വട്ടത്തിൽ നിൽക്കുകയായിരുന്നല്ലോ. ആ ഫോണ് കാണാതെ പോയാൽ തെളിവ് നശിപ്പിക്കുമെന്ന് പറഞ്ഞ് നീ തെറ്റിദ്ധരിപ്പിച്ചത് നീയല്ലേ? ആ ഫോൺ അവിടെ കിടന്നുകൊണ്ടല്ല ഇന്നിപ്പോൾ പെൺപുലി വക്കീൽ അത് ഇങ്ങോട്ട് പൊക്കിക്കൊണ്ടുവന്നത്. എന്തിനാ എടുത്തത്? എനിക്കിട്ട് ഈ പണി തന്നത് നീയല്ലടി. ശരിക്കും കുഞ്ഞിക്കതിയ അതാ മകളെ ചീത്ത പറയുന്നു. കുഞ്ഞിക്കതിയ ഹസീനയെ അതാ ചീത്ത വിളിക്കാൻ തുടങ്ങി. എന്നാൽ ഹസീനയ്ക്ക് മറുപടി പറയാൻ വായ തുറക്കാൻ പോലും കഴിഞ്ഞില്ല. അവളുടെ നാക്ക് വലിഞ്ഞു പോയിരിക്കുന്നു. പിന്നീട് അവൾ പറഞ്ഞു, തള്ള നിങ്ങൾ ചിലക്കല്ലേ, നിങ്ങളില്ലേ ഇതിനൊക്കെ കൂട്ടുകൂടിയത്? എന്താന്നില്ലേ? പ്രതിക്കൂട്ടിൽ നിന്നുള്ള ഈ വിളിബഹളവും വഴക്കും കണ്ട ജഡ്ജി കയ്യിലിരുന്ന മരച്ചുറ്റിക മേശപ്പുറത്ത് ശക്തമായി അടിച്ചു. സൈലൻസ്, ക്വയറ്റ് ഇൻ ദി കോർട്ട്. ജഡ്ജിയുടെ ഗൗരവം നിറഞ്ഞ ശബ്ദം കോടതിയിൽ മുഴങ്ങി. അതെ, ഇത് കോടതിയാണ്, നിങ്ങളുടെ വീടല്ല. പരസ്പരം വഴക്കിടാനും ബഹളം ഉണ്ടാക്കാനും ഇത് നിങ്ങളുടെ അടുക്കളയുമല്ല. മര്യാദക്ക് നിന്നോണം. ജഡ്ജിയുടെ ആ ഒരൊറ്റ ശകാരത്തിൽ കുഞ്ഞിക്കതിയും ഹസീനയും ഭയന്ന് വിറച്ച് വായടച്ചു. കോടതിയിൽ വീണ്ടും നിശബ്ദത തളം കെട്ടി. റിസ്വാന വക്കീൽ സമയോചിതമായി ഹാജരാക്കിയ ഫോണിലെ തെളിവുകൾ ജഡ്ജി നേരിട്ട് പരിശോധിക്കുവാൻ തുടങ്ങി. ഓരോ ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റുകളും ട്രാൻസാക്ഷൻ ഹിസ്റ്ററികളും കാണുമ്പോൾ അദ്ദേഹത്തിൻ്റെ മുഖം കൂടുതൽ കടുക്കുകയായിരുന്നു. നവാസ് അയച്ച ലക്ഷക്കണക്കിന് രൂപ കുഞ്ഞിക്കതിയും ഹസീനയും സ്വന്തമായ ആവശ്യങ്ങൾക്കായി വഴി മാറ്റിയതിൻ്റെ രേഖകളും അതിൽ വ്യക്തമായിരുന്നു. എന്നാൽ ഈ സാമ്പത്തിക തെളിവുകൾ കൊണ്ട് മാത്രം റിസ്വാന തൃപ്തിയായിരുന്നില്ല. അവളുടെ ഉള്ളിൽ അതീവ പ്രധാനമായ മറ്റൊരു ലക്ഷ്യം കൂടി ഉണ്ടായിരുന്നു. അതെ, സൗദ, നവാസിൻ്റെ ഭാര്യ. ഈ ഡിജിറ്റൽ തെളിവുകൾ കൊണ്ട് നവാസിൻ്റെ സാമ്പത്തിക നിരപരാധിത്വം തെളിയിക്കാം. പക്ഷേ സൗദയെ കാണാനില്ലെന്നും അവൾക്കെന്തോ സംഭവിച്ചെന്നും വരുത്തി തീർത്ത് നവാസിനെ മനഃശാസ്ത്രപരമായി തർക്കിക്കാൻ ശ്രമിച്ച ആ വഞ്ചനയുടെ മൂടുപടം പൂർണ്ണമായും അഴിച്ചെടുക്കണം. അതിന് സൗദ തന്നെ ഈ കോടതി മുറിയിൽ വരണം. ഈ ദുഷ്ടന്മാരുടെ ഭീഷണിയില്ലാതെ സ്വന്തം നാക്കുകൊണ്ട് സത്യങ്ങൾ ഈ കോടതിക്ക് മുന്നിൽ വിളിച്ചു പറയണം. റിസ്വാന ജഡ്ജിയെ നോക്കി ദൃഢതയോടെ പറഞ്ഞു, യുവർ ഓണർ, ഈ ഡിജിറ്റൽ തെളിവുകൾ നവാസിന്റെ നിരപരാധിത്വം 100% തെളിയിക്കുന്നുണ്ട്. എങ്കിലും കാണാമറയത്ത് ഭയന്ന് കഴിയുന്ന സൗദിയെ ഇവിടേക്ക് കൊണ്ടുവരണം. അവളുടെ സ്വന്തം വായിൽ നിന്ന് തന്നെ ഈ ഗൂഢാലോചനകളുടെ കഥകൾ ഈ കോടതി കേൾക്കണം. അതിനായി കുറച്ച് സമയം കൂടി അനുവദിക്കണം.
റിസ്വാനയുടെ വാക്കുകളിൽ സത്യത്തിൻ്റെ കനലുണ്ടായിരുന്നു. സൗദ കോടതിയിലേക്ക് എത്തുന്നതോടെ ആ നാടകത്തിൻ്റെ അന്തിമ അംഗത്തിന് തിരി തെളിയുമെന്ന ഉറപ്പിൽ നവാസ് കണ്ണു നിറഞ്ഞ് റിസ്വാനയെ നോക്കി നന്ദിയോടെ. എല്ലാം നഷ്ടപ്പെട്ടു പോയി, പക്ഷേ ഇനിയുമുണ്ട് ഒരുപാട്. അവർ വീണ്ടും വീണ്ടും പല രീതിയിൽ കള്ളങ്ങൾ കെട്ടിച്ചമക്കുവാൻ വേണ്ടി നിൽക്കുന്നുണ്ട്. പക്ഷേ ഇതൊന്നല്ല, വേറെ ഒന്ന് വരാനുണ്ട്. റിസ്വാന വക്കീൽ അത് അവസാനം പറയാമെന്ന് വിചാരിക്കുന്നു. എന്നാൽ വിഷ്ണു സാറ് ദേഷ്യത്തോടെ അത് റിസ്വാനയെ നോക്കുന്നു. ഈ ഒരുമ്പട്ടവൾ വന്ന് കോർട്ടിക്ക് കയറിയതോടുകൂടെ നമ്മുടെ കള്ളത്തരങ്ങളൊന്നും നടക്കാതായി. ഞമ്മക്ക് എന്തെങ്കിലും കൈക്കൂലി കിട്ടുന്ന കേസാണ് ഇവൾ ഇല്ലാതാക്കിക്കൊണ്ടിരിക്കുന്നത്. ഇല്ലാതാക്കണം വേണ്ടത് അവളെ. അതെ, പല്ലുറുമ്മിക്കൊണ്ട് അദ്ദേഹം അവളെ നോക്കി. എന്നാൽ ഈ സമയം അതാ സൗദ അവളുടെ ഉപ്പയുടെ വീട്ടിലെത്തിയിരിക്കുന്നു. മകൾ പെട്ടെന്ന് ഈ വഴിക്ക് വന്ന് ഓട്ടോ ഇറങ്ങുന്നത് കണ്ട ആ പിതാവ് ചോദിച്ചു, മോളെന്താ ഈ വഴിക്ക്? ബാപ്പാ, ഓട്ടോക്കുള്ള പൈസ കൊടുക്കി. മകളെന്തോ അപകടത്തിൽപ്പെട്ടതാണെന്ന് അറിഞ്ഞ അപ്പോഴേക്കും ഹഫ്സ ഉമ്മയും ഓടിയെത്തി. മോളെ, എന്ത് പറ്റി മോളെ? എന്തായിരുന്നു? ശരിക്കും അത് സൗദ കരയുകയായിരുന്നു. എനിക്കാവില്ല. എന്താവില്ല? ഇന്ന് കോടതിയിൽ കേസായിരുന്നു. മൊഴി കൊടുക്കാൻ എന്നെ കൊണ്ടുപോയിരുന്നു. എനിക്ക് പേടിയാണ്. നവാസ്ഖാനെ കുറിച്ച് വേണ്ടാത്ത എനിക്ക് പറയാൻ തോന്നണില്ല. ഞാൻ പലതും വിചാരിച്ചിരുന്നു. നവാസ്ക പാവണം, ഞങ്ങൾക്കൊക്കെ സഹായം ചെയ്തിട്ടുള്ളൂ. അദ്ദേഹത്തെക്കുറിച്ച് വേണ്ടാത്ത പല നുണകളും പറയാൻ വേണ്ടിയിട്ട് ഉമ്മ ആവശ്യപ്പെട്ടാണ് കുഞ്ഞിക്കതിയ. ശരിക്കും അതാ ഉപ്പ ഞെട്ടുന്നു. ഞാൻ വരാം, വാ കോടതിക്ക്. എവിടെ അവര്? അതെ ബാപ്പ. അബൂബക്കർക്ക മോളോട് പറഞ്ഞു, കേറ് മോളെ വണ്ടിയിൽ. എന്തിനാ പേടിച്ചോടിയത്? എനിക്ക് എല്ലാം തുറന്ന് പറഞ്ഞൂടെ? ഒരു പേടി ഈ പേടിക്കണ്ട. ആ നിമിഷം തന്നെ അതാ ആ ഓട്ടോയിൽ അപ്പോൾ തന്നെ കയറുന്നു. അതെ, ഹഫ്സക്ക് ഭയം തോന്നി. ഹഫ്സ, നീ ഭയക്കണ്ട. അതെ, എൻ്റെ മോളിവിടെ എത്തിയത് നല്ലതിനാണ് എന്ന് കരുതിയാൽ മതി. ആ നിമിഷം തന്നെ അതാ ഉപ്പ അബൂബക്കർക്കയും അവളോടൊപ്പം പുറപ്പെടുവാനായി നിൽക്കുകയാണ്. അദ്ദേഹം തൻ്റെ പഴയ കുടയും പിടിച്ച് പുറത്തേക്കൊന്നിറങ്ങാൻ നിൽക്കുകയായിരുന്നു. പെട്ടെന്നാണ് ആ കാഴ്ച കണ്ടത്. എന്നാൽ ആ പിതാവ് കാര്യങ്ങളെല്ലാം തിരക്കിയപ്പോൾ മോളെ സമാധാനിപ്പിക്കുകയാണ് ചെയ്തത്. ബാപ്പാ, സൗദിയുടെ ശബ്ദം വിറക്കുന്നുണ്ടായിരുന്നു. കണ്ണുകൾ നിറഞ്ഞു തുളുമ്പുന്നുണ്ടായിരുന്നു. എനിക്ക് പേടിയാണ് ബാപ്പ, അങ്ങോട്ട് പോകണ്ട, എനിക്ക് വലിയ പേടിയാകുന്നു. അബൂബക്കർക്ക മകളുടെ മുഖത്തേക്ക് നോക്കി. അവളുടെ കണ്ണുകളിൽ തെളിഞ്ഞു നിൽക്കുന്ന ഭയം കണ്ടപ്പോൾ ആ പിതാവിൻ്റെ മനസ്സ് പിടഞ്ഞു. അവിടെ ഉമ്മയുണ്ട് ബാപ്പ, അനിയത്തി ഹസീനയുണ്ട്. അവരെന്നെ ഇല്ലാത്ത കാര്യങ്ങൾ പറയാൻ നിർബന്ധിക്കുന്നുണ്ട്. എനിക്ക് പേടിയാണപ്പാ, ഞാൻ പോരുന്നില്ല. സൗദ പൊട്ടിക്കരഞ്ഞു. അബൂബക്കർക്ക മകളുടെ തലയിൽ കൈവച്ചുകൊണ്ട് പറഞ്ഞു. സൗമ്യവും എന്നാൽ ദൃഢവുമായ സ്വരത്തിൽ അദ്ദേഹം പറഞ്ഞു, മോളെ, നീ ഒരു പേടിയും പേടിക്കണ്ട. നിനക്കൊരു പേടിയും സംഭവിക്കില്ല. നിനക്കും കോടതിയിൽ കുറച്ച് കാര്യങ്ങൾ പറയാണ്ടല്ലോ. നീ ധൈര്യമായി നടക്ക്. അവർ വീടിന് മുമ്പിൽ കാത്തുനിന്ന ഓട്ടോറിക്ഷയിലേക്ക് കയറി. ഓട്ടോറിക്ഷ ടൗണിലെ കോടതി ലക്ഷ്യമാക്കി പാഞ്ഞു. വണ്ടി മുന്നോട്ട് പോകുന്തോറും സൗദിയുടെ നെഞ്ചിടിപ്പ് കൂടി വന്നു. അവളുടെ കൈകാലുകൾ തണുത്തുറച്ചു. വിറക്കുന്ന കൈകൾ ചേർത്ത് പിടിച്ച് സൗദ വീണ്ടും പറഞ്ഞു, ബാപ്പ, എനിക്ക് പേടിയാവുന്നു ശരിക്കും. അബൂബക്കർക്ക മകളെ തന്നിലേക്ക് അടുപ്പിച്ച് നിർത്തി ശാന്തമായി പറഞ്ഞു, എന്തിനാ മോളെ നീ പേടിക്കുന്നത്? എവിടെ നിന്റെ കുഞ്ഞ്? അത് ഉമ്മയുടെ അടുത്തുണ്ട്. നമ്മൾ കളവോ വഞ്ചനയോ ചെയ്തിട്ടുണ്ടെങ്കിൽ അല്ലേ മോളെ പേടിക്കണ്ടേ? നീ വല്ല കളവും വഞ്ചനയോ ചെയ്തിട്ടുണ്ടോ? ഇല്ലല്ലോ. പിന്നെന്തിനാണ് ഈ പേടി? അതില്ല പാപ്പ, ഉമ്മയൊക്കെ എന്നെ ഉപദ്രവിക്കുമോ എന്ന പേടിയാണ്. ഹസീനയും ഉമ്മയും കൂടെ എന്നെ എന്തെങ്കിലും ചെയ്യുമോ? അന്ന് എനിക്ക് പലതും അവരെന്നെ കൊല്ലാൻ വേണ്ടി ശ്രമിച്ചിരുന്നു. അവരെന്നെ കൊല്ലാൻ വരെ മടിക്കില്ലുപ്പ. സൗദിയുടെ ശബ്ദത്തിൽ ഭീതി നിറഞ്ഞു നിന്നു. മോളെ, അബൂബക്കർക്ക സൗദിയുടെ തലയിൽ കൈവച്ച് കൊണ്ട് പറഞ്ഞു, സത്യം നമ്മുടെ കൂടെയുണ്ട്. അതെ, മോള് കുറ്റം ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനുള്ള ശിക്ഷ അനുഭവിക്കണം. നിന്റെ ഉമ്മയാണെങ്കിലും നിന്റെ അനിയത്തിയാണെങ്കിലും കുറ്റം ചെയ്തിട്ടുണ്ടെങ്കിൽ ശിക്ഷ അനുഭവിക്കണം. അതാണ് എൻ്റെ അഭിപ്രായം. നിന്നെ ഭീഷണിപ്പെടുത്തിയതും കൊല്ലാൻ നോക്കിയതുമെല്ലാം നീ പേടിക്കാതെ കോടതിയിൽ ചെന്ന് ന്യായാധിപൻ്റെ മുന്നിൽ പറയേ. സത്യം പറയുന്നവനെ പഠിച്ചവനും കൈവിടില്ല, നിയമവും കൈവിടില്ല. ഓട്ടോറിക്ഷ കോടതി വളപ്പിൽ വന്നു നിന്നു. പുറത്ത് വലിയൊരു ജനക്കൂട്ടമുണ്ടായിരുന്നു. ഓട്ടോയിൽ നിന്നിറങ്ങിയതും സൗദ കണ്ടത് അഭിഭാഷകരോടൊപ്പം നിൽക്കുന്ന സ്വന്തം ഉമ്മയെയും അനിയത്തി ഹസീനയുമാണ്. സൗദിയെ കണ്ടതും ഹസീനയുടെ കണ്ണുകളിൽ കോപം തിളങ്ങി. ഉമ്മയുടെ മുഖത്ത് വല്ലാത്തൊരു പരിഭ്രമം ഉണ്ടായിരുന്നെങ്കിലും അത് ക്രൂരമായൊരു ഭാവത്തിലേക്ക് വഴിമാറി. ഇവളെന്തിനാ ഇങ്ങോട്ട് എഴുന്നള്ളിയതിപ്പോ? പെട്ടെന്നാണ് ആ പിതാവിനെ കണ്ടത്. കുഞ്ഞിക്കതി ശരിക്കും ഞെട്ടി. തൻ്റെ ഭർത്താവ് എന്ന് പറയുന്ന അയാൾ വന്നിട്ടുണ്ട്. ഹസീന മുന്നോട്ട് വന്ന് പതുങ്ങിയ സ്വരത്തിൽ ഭീഷണിപ്പെടുത്തി, സൗദ, അവിടെ ചെന്ന് ഞങ്ങൾ പറഞ്ഞ പോലെ പറഞ്ഞില്ലെങ്കിലേ നിന്റെ ആയുസ് ഇന്നത്തോടു കൂടി തീരും. മനസ്സിലായല്ലോ? അബൂബക്കർക്ക മക്കൾക്ക് മുന്നിൽ തടസ്സമായി നിന്നു.
അവളെ ഭീഷണിപ്പെടുത്താൻ വരേണ്ട. നീതി എന്താണെന്ന് കോടതി തീരുമാനിക്കും. അബൂബക്കർക്ക് ദൃഢതയോടെ പറഞ്ഞു. കോടതി ഹാൾ ആരംഭിച്ചു. ജഡ്ജി തൻ്റെ സീറ്റിൽ വന്നിരുന്നു. കേസിൻ്റെ പേര് വിളിക്കപ്പെട്ടു. സാക്ഷി സൗദ കൂട്ടിൽ വന്ന് ഭയത്തോടെ നിന്നു. അവൾ വിറക്കുന്നുണ്ടായിരുന്നു. നിങ്ങളാണല്ലേ സൗദ? അതെ, ജഡ്ജി ചോദിക്കുന്നു. ഉമ്മയുടെയും ഹസീനയുടെയും ക്രൂരമായ നോട്ടങ്ങൾ സൗദയുടെ നേർക്ക് നീണ്ടു. ഭയം കൊണ്ട് അവൾ തളർന്നു വീഴാൻ പോയി. അപ്പോൾ കോടതി മുറിയുടെ പിന്നിൽ നിന്ന് അബൂബക്കർക്ക് മകൾക്ക് ധൈര്യം പകർന്നുകൊണ്ട് തലയാട്ടി. ന്യായാധിപൻ സൗദിയോട് കാര്യങ്ങൾ ചോദിച്ചു തുടങ്ങി. ആദ്യമൊക്കെ സൗദിയുടെ ശബ്ദം വിറച്ചു. എന്നാൽ തൻ്റെ പിതാവ് പറഞ്ഞ വാക്കുകൾ അവളുടെ മനസ്സിൽ മുഴങ്ങിപ്പൊന്തി. സത്യം ചെയ്തിട്ടുണ്ടെങ്കിൽ നീ പേടിക്കേണ്ട മോളെ, കളവ് ചെയ്താലാണ് നമുക്ക് പേടിക്കേണ്ട ആവശ്യം. സൗദ തൻ്റെ കണ്ണീർ തുടച്ചു. ഭയത്തിൻ്റെ വിറയൽ മാറ്റിവെച്ച് അവൾ സംസാരിക്കാൻ തുടങ്ങുകയാണ്. ഉമ്മയും ഹസീനയും ചേർന്ന് തൻ്റെ ഭർത്താവായ നവാസിൻ്റെ സ്വത്തുകൾ മുഴുവൻ തട്ടിയെടുക്കുവാനുള്ള പ്ലാനിങ് അതൊക്കെ നടത്തിയതും തൻ്റെ ഫോൺ പിടിച്ചു വാങ്ങിയതും അതെല്ലാം അവൾക്ക് പറയണമെന്നുണ്ട്. പക്ഷെ അവൾക്കൊന്നും പറയുവാൻ കഴിയുന്നില്ല. എന്നാൽ മറുവശത്ത് അതാ നവാസ് സൗദയെ കണ്ട് ഞെട്ടിത്തെരിച്ചു. ഒരു നിമിഷം സൗദ നവാസ്കയെ കണ്ടതും അവൾക്ക് വല്ലാത്തൊരു സങ്കടം വന്നു. അതെ, എന്തിൻ്റെ പേരിലാണ് ആ സാധു മനുഷ്യൻ ജയിലിൽ അകപ്പെട്ടത്? എൻ്റെ ഉമ്മയുടെയും എൻ്റെ അനിയത്തിയുടെയും കേസ് കൊണ്ടല്ലേ? അദ്ദേഹം അല്ലാതെ എന്നെ ഒന്നും ചെയ്തിട്ടില്ല എന്ന് അവൾക്ക് തോന്നി. നവാസിൻ്റെ മുഖം കണ്ടപ്പോൾ സൗദയുടെ മനസ്സൊന്ന് പിടച്ചു. സൗദ, നിനക്ക് എന്തൊക്കെയാണ് പറയാനുള്ളത്? അതെ, നിന്നെ നവാസ് സംരക്ഷിച്ചിട്ടില്ല എന്നാണോ നീ പറയുന്നത്? നിന്റെ പ്രസവം കാര്യങ്ങളൊന്നും നോക്കിയില്ല, ശ്രദ്ധിച്ചില്ല, ക്യാഷ് തന്നില്ല, നിന്നെ ഭർത്താവ് തീരെ അംഗീകരിച്ചില്ല എന്നാണ് പറയുന്നത്. ഒരു നിമിഷം സൗദിയുടെ ചുണ്ടുകൾ അനങ്ങി. റിസ്വാന വക്കീൽ അത് നോക്കി നിന്നു. സർ, നവാസ്കയോ? എന്നാൽ അവൾക്ക് അതാ നവാസ്കയെ കണ്ടപ്പോൾ അദ്ദേഹത്തിൻ്റെ അരികിലേക്ക് പോകുവാനാണ് തോന്നുന്നത്. നവാസ്ക എന്താ സൗദക്ക് ഒന്നും പറയാനല്ലേ? നിന്റെ ഭർത്താവ് നിന്നെ പീഡിപ്പിച്ചില്ലേ? നിന്റെ ഭർത്താവ് നിന്നെ ഉപദ്രവിച്ചില്ലേ? ഗർഭിണിയായ സമയത്ത് ഉപദ്രവിച്ചില്ലേ? അതൊന്നും പറയാനല്ലേ? ഇല്ല, എൻ്റെ ഭർത്താവോ? എൻ്റെ ഭർത്താവ് എന്നെ സംരക്ഷിച്ചിട്ടേ ഉള്ളൂ എപ്പോഴും. എനിക്ക് മാത്രമല്ല, എൻ്റെ വീട്ടുകാർക്കും എൻ്റെ ഭർത്താവ് എല്ലാം ചെയ്തു തന്നിട്ടേ ഉള്ളൂ, അല്ലാതെ ഒരിക്കൽ പോലും. പക്ഷേ പിന്നെ ആരാണ് നിന്നെ ഉപദ്രവിച്ചത്? ഈ ഹസീനയും ഉമ്മയാണ് എന്നെ ഉപദ്രവിച്ചത്. എനിക്ക് മയക്കുമരുന്നുകൾ നൽകി എൻ്റെ കൈയും കാലുകളും കെട്ടിയിട്ട് എന്നെ ഒരു ഓട്ടോക്കാരനെ വിളിച്ച് അതിൽ ബോധരഹിതയാക്കി കൊണ്ടുപോയി ഭ്രാന്താശുപത്രിയിൽ കൊണ്ടുപോയിട്ടത് ഇവരാണ്, അല്ലാതെ നവാസ്കല്ല. നവാസ്ക ഗൾഫിലായിരുന്നു ആ സമയത്ത്. നവാസ്ക എന്നെ സ്നേഹിച്ചിട്ടേ ഉള്ളൂ. എനിക്ക് എല്ലാത്തിനും പണം. ഇവിടെ എൻ്റെ ഫോണ് വരെ തട്ടിയെടുത്തത് ഹസീനയാണ്. അതാ ഹസീന, ആ നിൽക്കുന്ന എൻ്റെ അനിയത്തി ഫോണ് ഉമ്മയും ഹസീനയും കൂടി തട്ടിയെടുത്തു. ഞാൻ ചോദിച്ചിട്ട് തന്നില്ല. ഞാൻ ചോദിച്ചപ്പോൾ വിറ്റു എന്നാണ് പറഞ്ഞത്. പെട്ടെന്ന് ജഡ്ജി ആ ഫോൺ എടുത്ത് കാണിച്ചു. ഇതാണോ സൗദിയുടെ ഫോൺ? അതെ സർ, അത് തന്നെയാണ് എൻ്റെ ഫോണ്. അതാണ് എൻ്റെ ഫോൺ. ഇത് എവിടെ നിന്ന് കിട്ടി? അതൊക്കെ പറയാം. അപ്പോൾ ഹസീന, നിങ്ങളെന്താ പറഞ്ഞത്? ഫോൺ നിങ്ങളുടെ ആയിരുന്നോ ഭർത്താവിൻ്റെതായിരുന്നു എന്നൊക്കെ റിസ്വാന വക്കീലിനോട് പറഞ്ഞല്ലോ. റിസ്വാന വക്കീൽ പറഞ്ഞു, അതെ, നീ അതല്ലേ ഹസീന പറഞ്ഞത് നിൻ്റെ ഭർത്താവ് വാങ്ങി തന്നാണ് ഫോണെന്ന്? ഇപ്പോൾ ആരുടെ ഭർത്താവ് വാങ്ങി തന്നാ? നവാസിനോട് ചോദിച്ചു. നവാസ്, ഈ ഫോൺ എവിടെ നിന്ന് വാങ്ങിയത്? അത് ഞാൻ ദുബായിലെ എൻ്റെ ഷോപ്പിൽ നിന്ന് അവൾക്ക് ഗിഫ്റ്റായിട്ട് കൊടുക്കാൻ വേണ്ടി വാങ്ങിയതാണ്. എങ്ങനെയുണ്ട്? ജഡ്ജി അതാ ശരിക്കും ഞെട്ടി. അപ്പോൾ കുഞ്ഞിക്കതിയാ, നിങ്ങൾ ഇതുവരെയൊക്കെ പറഞ്ഞിരുന്നത് വെറും പച്ച കള്ളമായിരുന്നു അല്ലേ? സാർ, അങ്ങനെയൊന്നല്ല. ശരിക്കും അവർ ആകപ്പാടെ ഞെട്ടിത്തെരിക്കുകയാണ്. അങ്ങനെയതാ സൗദ എല്ലാം ഓപ്പണാക്കി പറഞ്ഞു. ഉമ്മ ചെയ്തതും കാട്ടിക്കൂട്ടിയതും എല്ലാം അതെല്ലാം കേട്ട് നവാസിൻ്റെ കണ്ണുകൾ നിറഞ്ഞു. ആ പാവം പെണ്ണിന് ഇത്രയധികം ബുദ്ധിമുട്ടാക്കിയിരുന്നോ? അത് എന്തൊക്കെ മെഡിസിൻസാണ് കൊടുത്തിട്ടുള്ളത്? അത് സൗദിയുടെ കാര്യം ആലോചിച്ചപ്പോൾ അവളെ സംരക്ഷിക്കാൻ ആരുമില്ല എന്നൊരു തോന്നൽ നവാസിലും ഉണ്ടായി. കാരണം സ്വന്തം പെറ്റ തള്ളയും അനിയത്തിയും സഹോദരിയും ഇങ്ങനെ ചെയ്യുമ്പോൾ എന്തായിരിക്കും? എന്നാൽ ആ പിതാവ് ഒരു നിമിഷം പറഞ്ഞു, ബഹുമാനപ്പെട്ട കോടതിയോട് എനിക്കും കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. അവരെൻ്റെ ഭാര്യയാണ്. എൻ്റെ ഭാര്യ എന്ന് വെച്ചാൽ ഭാര്യയാണ്. പക്ഷേ ഞാനും എൻ്റെ മക്കളും അത്ര അധികം അനുഭവിച്ചിട്ടുണ്ട് അവളുടെ അടുത്ത് നിന്ന്. എന്നെ പാതിരാത്രി ഇറക്കി വിട്ടതാണ്. വാതിലടിച്ച് പിന്നെ തുറന്നു തന്നില്ല എനിക്ക്. അതെ, പണം വേണം. പണമുണ്ടെങ്കിൽ അവൾ സ്വീകരിക്കും, ഇല്ലാത്തവരെ അതെ പുച്ഛത്തോടെ തള്ളും. അതാണ് എൻ്റെ ഭാര്യ. ശരിക്കും ആ പിതാവ് കോടതിയിൽ വെച്ച് കരയുമ്പോൾ അത് സൗദിയുടെ കണ്ണുകൾ നിറഞ്ഞു. കുഞ്ഞിക്കതിയക്ക് ദേഷ്യം കൊണ്ട് കുഞ്ഞിക്കതിയ പുലമ്പി. എല്ലാം അതാ ഏകദേശം ജഡ്ജിക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലായി.
റിസ്വാന വക്കീൽ എല്ലാത്തിൻ്റെയും തെളിവ് അതാ സംഘടിപ്പിച്ചപ്പോൾ, എല്ലാം അങ്ങ് ഓപ്പണാക്കി പറഞ്ഞപ്പോൾ ആരുടെ ഭാഗത്താണ് തെറ്റ് എന്നുള്ളതും തെളിഞ്ഞു. എന്നാൽ പെട്ടെന്ന് അതാ നജീബ് സാറ് അങ്ങോട്ട് കടന്നു വരുന്നു. അതെ, കാര്യം മറ്റൊന്നിനുമല്ലായിരുന്നു സർ, എനിക്കും കുറച്ച് പറയാനുണ്ട്. അതായത് ഇവർ എന്നെ ഡ്യൂട്ടിയിൽ നിന്ന് ഒരാവശ്യവുമില്ലാതെയാണ് പിരിച്ചുവിട്ടത്. അതിൻ്റെ കാര്യത്തെക്കുറിച്ച് ഒന്ന് വ്യക്തമാക്കണം. വിഷ്ണു സാർ ഒരു നിമിഷം ഞെട്ടി. എന്നാൽ ജഡ്ജി വിഷ്ണു സാറിനെ നോക്കി. എന്താടോ, എന്ത് തട്ടിപ്പാണ് നിങ്ങൾ നടത്തിയത്? എന്തിൻ്റെ പേരിലാണ് നജീബ് സാറിനെ ഈ കേസിൽ നിന്ന് നിങ്ങൾ പിന്മാറ്റിയത്? എന്ത് കേസാണ് നിങ്ങൾ അട്ടിമറിച്ചത്? ശരിക്കും വിഷ്ണു സാറും പെട്ടു. അതെ, പോലീസ് ഉദ്യോഗസ്ഥരും എല്ലാവരും ചേർന്നുള്ള ആ പണം കൊണ്ട് എറിഞ്ഞു വാരി കളിക്കുന്ന ആ ഒരു കളി എന്തിൻ്റേതാണ് എന്നിതാ നിമിഷങ്ങൾക്കകം തെളിയാൻ വേണ്ടി പോവുകയാണ്. ഏറെക്കുറെ കാര്യങ്ങളെല്ലാം നവാസിൻ്റെ ഭാഗം വിജയിച്ചു കഴിഞ്ഞു. ഇനി അതെ, മയക്കുമരുന്നിൻ്റെ ആ ബിസിനസ്സിനെ കുറിച്ചുള്ള ചർച്ചയാണ്. എന്നാൽ ഈ സമയം ജഡ്ജി പറഞ്ഞു, നവാസിന് കേസിൻ്റെ എല്ലാ രേഖകളും അനുകൂലമായതുകൊണ്ടും അതുപോലെ അവൻ നിരപരാധിയെന്ന് തെളിഞ്ഞതുകൊണ്ടും നവാസിനെ ഈ കോടതി വെറുതെ വിടുകയാണ്. അതിൽ ഏറ്റവും മുഖ്യ പങ്ക് വഹിച്ചത് റിസ്വാന വക്കീലാണ്. ശരിക്കും ആ ഒരു വാർത്ത കേട്ടപ്പോൾ നവാസ് കണ്ണുകൾ നിറഞ്ഞ് പടച്ച റബ്ബിനോട് ദുആ ചെയ്തു. ആ നിമിഷം അതാ നമ്മുടെ മുഹ്സിൻ തങ്ങളും ഷമ്മാസും പടച്ച റബ്ബിനോട് ഹംദ് പറഞ്ഞു. അൽഹംദുലില്ലാ, അവർ ഹൃദയം പൊട്ടി ദുആ ചെയ്തു. ഇൻഷാ അല്ലാഹ് നമുക്കിതിൻ്റെ ബാക്കി ഭാഗം നാളെ കാണാം. അതുവരേക്കും എല്ലാവർക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.